തിരുവനന്തപുരം പേട്ടയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. തൈക്കാട് മോഡൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ പ്രതാപാണ് മരിച്ചത്. വീട്ടിൽ മോട്ടോറിന്റെ സ്വിച്ചിടുമ്പോൾ ഷോക്കേൽക്കുകയായിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്താണ് സംഭവിച്ചത്? വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ വീട്ടിൽ, അതായത് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്തായുള്ള വീട്ടിൽ ഇവർക്ക് വെള്ളം ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ജോലി കഴിഞ്ഞ പിതാവ് തിരിച്ചെത്തിയ ശേഷം അർജുനും പിതാവും കൂടി എന്താണ് കാരണമെന്ന് പരിശോധിക്കാൻ വേണ്ടി വീടിന് മുകളിലേക്ക് കയറി. മോട്ടോർ ഇരിക്കുന്ന ഭാഗത്ത് പിതാവ് നിന്ന ശേഷം ടാങ്ക് ഇരിക്കുന്ന ഭാഗത്ത് മകനോട് വെള്ളം വരുന്നുണ്ടോ, ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ട് മോട്ടോർ ഇട്ട സമയത്താണ് സംഭവം നടക്കുന്നത്. മുകളിൽ നിന്ന് മകന്റെ തിരിച്ച് സംസാരമൊന്നും കേൾക്കാത്തതുകൊണ്ട് നോക്കിയപ്പോഴാണ് മകൻ ഷോക്കേറ്റ് വീണ നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ താഴെ എത്തിച്ചു. അതിനുശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അപ്പോൾ അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കാനുണ്ടായത്. അതിനുശേഷം KSEB ജീവനക്കാരെത്തി പരിശോധിച്ചപ്പോൾ വീട്ടിലെ പല ഭാഗത്തും ഈ ഷോക്ക്, അതായത് കറണ്ട് ലീക്കേജ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാലും അതിന് കാരണം, അതായത് എന്താണ് കാരണമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അനുമാനം ഈ മോട്ടോറിൽ നിന്ന് പമ്പിലേക്ക് വരുന്ന ഭാഗത്തുണ്ടായിരുന്ന ഷോർട്ട് സർക്യൂട്ട് ആകാം ഇത്തരത്തിൽ ലീക്കേജ് ഉണ്ടാകാൻ കാരണം ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതുമെന്നാണ് കരുതുന്നത്. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണുള്ളത്. രഞ്ജിത്ത്. ശരി. വൈകിട്ട് 5 മണിക്ക് യൂണിഫോം ഷർട്ട് നനയ്ക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയത്. അപ്പോൾ എല്ലാം നനച്ചതിൻ്റെ മറ്റേ പൈപ്പിൽ വെള്ളമില്ല എന്ന് പറഞ്ഞു. രാവിലെ പോയത് വന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ടാങ്കിൻ്റെ പൈപ്പും തുറന്നു നോക്കി. രണ്ടടുത്തടുത്തിനകത്തിരിക്കുക. അപ്പോൾ അതിലും വെള്ളമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ടാങ്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോനും കൂടെ ടാങ്കിൻ്റെ മുകളിൽ പോയി ടാങ്കിൽ വെള്ളമില്ല. മോളിവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ മോട്ടോർ ഓണാക്കാൻ പറഞ്ഞു. ഇവിടുന്ന് ഓണാക്കി. അപ്പോൾ നമ്മൾ കുറേ നേരം മോളിൽ നിന്നപ്പോൾ ടാങ്ക്, വലിയ ടാങ്ക്, വെള്ളമില്ലാതെ കുറേ നേരം പിടിക്കും. അപ്പോൾ അതിനെ തുറന്നു നോക്കിയിട്ട് മക്കളെ താഴോട്ട് ഇറങ്ങി, വെള്ളം നിറയുമ്പോൾ ഈ വാട്ടർ പൈപ്പിടെ വെള്ളം വരുമ്പോൾ നമുക്ക് ഓഫാക്കാമെന്ന് പറഞ്ഞു. ശരിയാച്ചാന്ന് പറഞ്ഞു. ഞാൻ താഴോട്ടേക്ക് ഇറങ്ങി ഈ മരത്തിൻ്റെ മുട്ടി നിൽക്കുകയായിരുന്നു. നിരുവരെ കണ്ടില്ലായിരുന്നു. ഞാൻ തിരിഞ്ഞ് മോളിൽ നോക്കിയപ്പോൾ ലാൻഡിങ്ങിൽ അവങ്ങനെ വീണ് കിടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് സ്റ്റെപ്പ് തട്ടി വീണെന്ന് വിചാരിച്ച്. അപ്പോൾ കണ്ണും തുറന്ന് ഭാഗം തുറന്നിരിക്കും. ഇങ്ങനെ അവിടെ വിളിച്ചപ്പോൾ പൈപ്പും അവിടെ തൂത്തുകൊണ്ടിരിക്കുക അകത്ത്. ഈ വിളി കേട്ടോണ്ട് അവൾ ഓടി വന്ന് നോക്കിയപ്പോഴും വിളിച്ചപ്പോഴും അനക്കമില്ല, ഒന്നും അനങ്ങണില്ല. പിന്നെ പയ്യന്മാരൊക്കെ ഇവിടെ ഓടി വന്ന് ഞങ്ങളെല്ലാം കൂടി ഇവിടെ കൊണ്ടുപോയി. നെഞ്ചൊക്കെ അമ്മയ്ക്ക് അമ്മയ്ക്ക് വായിലൊക്കെ ഇവിടെ നമ്മൾ ഊതി വാങ്ങിക്കും. അപ്പോൾ ട്രാഫിക് പോലീസിൽ SI പോലീസുകാരെന്ന് പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇങ്ങനെ അവർ എന്നെ വണ്ടി പിടിച്ച് വന്ന് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ കുറേ നോക്കി. അപ്പോൾ എൻ്റെ അടുത്ത് ചേട്ടാടെ അവിടെ മാറിയിരിക്കാൻ പറഞ്ഞു. വീട്ടിൽ നായകനുണ്ടാന്ന് ചോദിച്ചു. നമ്മൾ അതൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ വരെ. അപ്പോൾ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് വന്നപ്പം അളിയൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഇങ്ങനെ അപ്പോൾ മകനെ എടുക്കാൻ പോയപ്പോൾ അവിടെ ആ സമയത്ത് ഷോക്ക് ഉണ്ടായിരുന്നു. ആ ഷോക്ക് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ടുവന്ന് അപ്പോൾ KSEB കയറുന്നപ്പോൾ ഇവിടുത്തെ ഈ ലൈനില്ലേ, അവരാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇവിടെ സർക്യൂട്ട് ഇങ്ങനെ ടാങ്ക് അവിടെ ഇരിക്കുക. ഇതിൻ്റെ മുകളിൽ ലൈൻ പോവായിരുന്നു. ഈ ലൈനെ പോയിരുന്നു. ഞാൻ വണ്ടി കയറ്റിയപ്പോൾ ഇവിടെ എല്ലാം കയ്യിലെ തൊലിയൊക്കെ പൊള്ളി ഇങ്ങനെ ഇരിക്കും. ഇവിടം വരെ, ഇവിടുന്ന് ഇവിടം വരെ. ആ ലാൻഡിങ്ങില്ലേ, ഈ സ്റ്റെപ്പില്ല, ഇരുമ്പ് സ്റ്റെപ്പില്ലേ, അവിടെ ലാൻഡിങ് ഉണ്ട്. ആ ലാൻഡിങ്ങിലാണ് കിടന്നത്. തല ഇങ്ങോട്ടും കാലം അങ്ങോട്ടുമാണ് കിടന്നത്. അങ്ങനെ അവർ വന്നു. അവരെ ലൈറ്റ് ഓഫാക്കിയത് മൊത്തം സർക്യൂട്ടാണോന്ന് പറഞ്ഞു. മൊത്തം ഇങ്ങനെ ഓഫാക്കിയിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് KSEB ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോൾ വീട്ടിൽ ഫുള്ള് ഷോക്കാണ്. അപ്പോൾ ആ പോയേക്കുന്ന ലൈനിലെ വെള്ളം അകത്തിലേക്ക് ഇറങ്ങി അങ്ങനെ ലീക്ക് ചെയ്തു എന്നാണ് KSEB പറയുന്നത്. പിന്നെ ബാക്കി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മോളുണ്ട്, ഇത്രയും പേരുണ്ടായിരുന്നു. ഈ സമയത്താണ് മോന് ഷർട്ട് കഴുകാൻ വേണ്ടി 2 ദിവസമായിട്ട് വെള്ളമില്ല. അപ്പോൾ ഷർട്ട് കഴുകാൻ വേണ്ടി മോൻ മുകളിലോട്ട് കയറിയതാണ്. കയറിയിട്ട് ഇറങ്ങുന്ന വഴിക്ക് അപ്പോൾ അച്ഛൻ നോക്കിയിട്ട് ഓഫ് ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്കും മോൻ അവിടെ കിടക്കുന്നു. അങ്ങനെ അച്ഛൻ മുകളിലോട്ട് കയറുമ്പോഴേക്കും മോന് ആകെ ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ കൈ കുറച്ച് പൊള്ളിയിട്ടുണ്ട്. ഉടനെ തന്നെ ഓട്ടോയിൽ ഇങ്ങനെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുമളിയിൽ 7 വയസ്സുകാരനെ അമ്മ പൊള്ളലേൽപ്പിച്ചു. ചട്ടുകം പഴുപ്പിച്ച് 2 കൈകളിലും കാലുകളിലുമാണ് പൊള്ളലേൽപ്പിച്ചത്. പൊള്ളലേറ്റ കുട്ടിയെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാഗർ ചേരുന്നു. സാഗർ, എന്താണ്? മുളകപ്പൊടി കണ്ണിലെയും കയ്യിലെയും അമ്മ ചുട്ടു വെച്ചിട്ട് இந்த கையிலையும் சுட்டு வச்சுச்சு. கண்ணில் என்ன போட்டுச்சு? அம்மா
മുളക് പൊടി പൊടിച്ചു. വണ്ടി എടുത്തത് അവിടെ ഒരു ടയർ കിടപ്പുണ്ടായിരുന്നു, അത് എടുത്തതിന്റെ ഇതാണ്.